ഹായ് ഹലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു റെസിപ്പി നോക്കിയാലോ. ഇത് നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്കും പറ്റും അല്ലാത്തവർക്കും പറ്റും. ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ റാപ്പിങ്ങിന്റെ സ്റ്റൈൽ മാത്രം ഒന്ന് മാറ്റിപ്പിടിക്കാം. അപ്പൊ നമുക്ക് റെസിപ്പി കണ്ടാലോ. ഫസ്റ്റ് തന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാവുമ്പോൾ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നിക്ക് ബട്ടർ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. നമ്മുടെ നോർമൽ ഓയിലിന്റെ ഭാഗത്തേ പോകാൻ പാടില്ലേ, അല്ലാത്തവർക്ക് നോർമൽ ഓയിൽ എടുക്കാം. അപ്പൊ ബട്ടർ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പനീറാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ മഷ്റൂമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് അതൊന്ന് സോട്ട് ആവുമ്പോഴത്തേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാവേ നമുക്ക്. പിന്നെ അതിനുശേഷം കുറച്ച് ഉപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പനീർ സോൾട്ടഡ് ആണോ എന്ന് നോക്കണം. ഓൾറെഡി നമ്മൾ വാങ്ങുന്ന സമയത്ത് അത് സോൾട്ടഡ് പനീർ ആണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഉപ്പിന്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ കുറച്ചൊന്ന് ഒറിഗാനോ ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കുക. ആ പാനിലേക്ക് തന്നെ ചെറിയൊരു ക്യൂബ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് ബ്രൊക്കോളിയും കുറച്ച് ബേബി കോൺസും ആണ്. ഇതിന്റെ കൂടെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അങ്ങനെ അതൊന്ന് നന്നായിട്ട് സോട്ടായി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ഒറിഗാനോ ഒക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. നിങ്ങളുടെ അടുത്ത് മിക്സഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. അപ്പൊ അതൊന്ന് സോട്ടായി വരുമ്പോൾ ഞാനിവിടെ കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണോളം ചില്ലി സോസും കൂടി. ഇതൊക്കെ ഒഴിച്ച് നന്നായി ഒന്നും കൂടി സോട്ട് ചെയ്ത് അതൊന്ന് വേവാൻ വേണ്ടി വെക്കുക. ടൊമാറ്റോ സോസ് ഒന്നും ആരും ചേർക്കരുതേ. ഞാനിങ്ങനെ എടുത്തു പറയുന്ന വേറൊന്നും കൊണ്ടല്ല, അതിൽ ഷുഗറിന്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 സോസ് മാത്രം ചേർത്തത്. അപ്പൊ നമുക്ക് റാപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഞാൻ ഐസ്ബർഗിന്റെ ലീഫും കൂടി എടുത്തിട്ടുണ്ട്. ലെറ്റ്യൂസിന്റെ ലീഫ് അല്ല കേട്ടോ, അത് ഐസ്ബർഗിന്റെ ആണ്. ലെറ്റ്യൂസിന്റെ ഒരു ഇളം കളറല്ലേ ഉണ്ടാവുക, അതായാലും മതി. 2ൽ ഏതെങ്കിലും ഒരു ലീഫ് മതി. പിന്നെ അതിന്റെ കൂടെ മൊസറല്ല ചീസും ചെഡാർ ചീസും. അത് രണ്ടും എന്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും യൂസ് ചെയ്യുക. ഏതാണോ ഉള്ളത് അത് മതി. എന്തായാലും ഇതിന് മെയിനായിട്ട് ചീസ് എന്തായാലും വേണം. അപ്പൊ ഞാനിത് ഒരു ഡയറ്റിന്റെ ഭാഗമായ ഫുഡ് ആയതുകൊണ്ട് തന്നെ ചപ്പാത്തിയാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് റാപ്പിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുബൂസോ റുമാൽ റൊട്ടിയോ എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക. എന്താണ് തോന്നുന്നത് വെച്ചാൽ അതെടുക്കുക. പൊറോട്ട എടുക്കാം. ഇതിപ്പോ ചപ്പാത്തിയിൽ ചെയ്തിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സോസായിട്ട് യൂസ് ചെയ്യുന്നത് ഹുമ്മൂസ് ആണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മയണൈസോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പൊ ഹെൽത്തി മയണൈസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഹെൽത്തി വേർഷൻ ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഹുമ്മൂസ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റും അല്ലേ. നമ്മുടെ ചപ്പാത്തി ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് 4 സൈഡിലേക്ക് റാപ്പ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു സൈഡിലേക്ക് ഈ ഹുമ്മൂസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മുടെ ഗ്രില്ല് ചെയ്ത പനീറില്ലേ അതൊന്ന് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണോ വേണ്ടത് അത്ര തന്നെ വെച്ച് കൊടുക്കുക. ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡിൽ നമ്മുടെ ഐസ്ബർഗിന്റെ ലീഫില്ലേ അതൊന്ന് വെച്ച് കൊടുക്കുക. നല്ല വലിപ്പത്തിൽ വേണ്ട, നമ്മുടെ റാപ്പിന്റെ ആ ഒരു വലിപ്പം അനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് ഫോൾഡ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് നമ്മുടെ വെജിറ്റബിൾസിലെ സോട്ട് ചെയ്ത വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ എന്തായാലും ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന ടൈം പുറത്തേക്ക് ചാടാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്നത്ര ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ബേബി കോൺ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ അതും കൂടി ഫില്ലായി ഇപ്പുറത്തെ സൈഡിലേക്ക് ചീസ് വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ചീസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു റാപ്പാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇത് ചെഡാർ ചീസാണ്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കണമെന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വാങ്ങുന്നത്, അതുകൊണ്ട് എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഹാഫാണ് വെച്ചു കൊടുക്കുന്നത് ചീസ്. പിന്നെ ഈ ഒരു റാപ്പിന് ഹാഫ് പോർഷൻ തന്നെ മതിയാവും. അങ്ങനെ ആ ചീസും പിന്നെ നമ്മുടെ മൊസറല്ലയും കുറച്ച് വെച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചീസൊക്കെ നമ്മുടെ ഡയറ്റിന് നല്ലതാട്ടോ. എല്ലാ ദിവസവും എടുക്കണമെന്നല്ല, എപ്പോഴെങ്കിലൊക്കെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതും കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഈ ചീസൊക്കെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ ഞാനിവിടെ എടുത്ത ചപ്പാത്തിയുടെ സൈസ് കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് തന്നെ റാപ്പ് ചെയ്തപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഉള്ളിലുള്ളതൊക്കെ ചാടി പോകുന്നുണ്ട്. നെക്സ്റ്റ് ഇതൊന്ന് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഗ്രില്ല് ചെയ്യുന്ന പാനിൽ തന്നെയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഓവനിലോ എയർ ഫ്രയറിലോ ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ ഈ റാപ്പ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ടോസ്റ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ ടേസ്റ്റ് കൂടാൻ ഏറ്റവും നല്ലത്. ആ ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വന്നാൽ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ചൂടോടുകൂടി കഴിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. കാരണം ആ ഒരു ടോസ്റ്റ് ചെയ്ത മൊരിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പൊ ഇഫ്താറിന് നമുക്ക് സ്നാക്ക് കഴിക്കണം എന്നുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. ഒന്നാമത് നമ്മൾ വീട്ടിലുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് അവര് കഴിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. നമുക്ക് പിന്നെ നമ്മൾ എണ്ണക്കടികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടെൻഡൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആക്കി കഴിക്കുമ്പോൾ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. എന്താ കണ്ടോ, നന്നായിട്ട് തന്നെ ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ ടോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ആ ചീസൊക്കെ കണ്ടോ നന്നായി മെൽട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ 2 സൈഡും ഒന്ന് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക.
ഇത് ഐസ്ബർഗിന്റെ ലീഫ് ആയതുകൊണ്ടാണ് നമ്മൾ ചൂടാക്കുമ്പോൾ അതൊന്ന് വാടിപ്പോയത്. നേരെ മറിച്ച് അത് ലെറ്റ്യൂസിന്റെ ലീഫ് ആണെങ്കിൽ അതിങ്ങനെ വാടില്ല. അപ്പൊ നമ്മുടെ ചപ്പാത്തി വെജ് റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. എനിക്കിത് 2 കഴിച്ചപ്പോൾ തന്നെ നന്നായിട്ട് വയറ് ഫിൽ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഫുഡൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്കിത് സ്നാക്സ് ആയിട്ടും ഫുഡായിട്ടും എടുക്കാം ഇഫ്താറിന്റെ ടൈമേ. അല്ലാത്തപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കുട്ടിയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നല്ല പറ്റിയായിട്ടാണ്. ഈ റാപ്പിന്റെ ചീസ് പുള്ള് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ നോമ്പ് തുറക്കുന്ന ടൈം ആയതുകൊണ്ട് എനിക്ക് ടൈമില്ല. നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാതിരുന്നത്. പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ.